JEE എഴുതാതെ IIT-യിൽ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ JEE എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം, പല ആളുകളും സയൻസും മാത്തമാറ്റിക്സും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് എഞ്ചിനീയറിംഗിലേക്കും ടെക്നോളജിയിലേക്കൊക്കെ പോവുക. എന്നാൽ അതല്ലാതെ ഡിസൈനിങ് താല്പര്യമുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ പഠിക്കണം, വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് UCED എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ്. ബാച്ചിലർ ഓഫ് ഡിസൈൻ BDES എന്ന് പറയുന്ന കോഴ്സുകളിലേക്കാണ് ഈ ഒരു എൻട്രൻസ് എക്സാം വഴി അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് സയൻസ് മാത്സിനോട് ഇഷ്ടമാണ്, പക്ഷേ അതേസമയം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IIT-കളിൽ പോയി തന്നെ പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻ കൂടെയാണിത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എക്സാമിൻ്റെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നോക്കാനുള്ളത് ഒക്ടോബർ 1 മുതൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള, എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ്, റെഗുലർ ഫീസ് അടച്ചുകൊണ്ട് അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ ദിവസം ഒക്ടോബർ 31 അതിൻ്റെ കൂടെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലേറ്റ് ഫീ, ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ലേറ്റ് ഫീ അടച്ചുകൊണ്ട് നവംബർ 8 വരെ സമയമുണ്ട്. ഇതുവരെ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. പിന്നെ പറയുന്നത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന ഡേറ്റ് ജനുവരി 3 അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട ഡേറ്റും കൊടുത്തിട്ടുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് ജനുവരി 19 എന്ന് പറഞ്ഞാൽ നമ്മുടെ JEE മെയിൻ്റെ ഫസ്റ്റ് സെഷൻ വരുന്നതിൻ്റെ മുന്നെയാണ് ആക്ച്വലി എന്ത് സംഭവിക്കുക, UCED എന്ന് പറയുന്ന എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 2000 ഒക്ടോബർ 1 ആ ഡേറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷമോ ജനിച്ച കുട്ടികൾക്കാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. ബാക്കി കുറച്ച് കാറ്റഗറീസിനൊക്കെ 5 വയസ്സിൻ്റെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു SC ST PWD കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അറ്റംപ്റ്റ് ആണ്. മാക്സിമം 2 തവണ മാത്രമേ ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. കോൺസിക്യൂട്ടീവായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ +2ൻ്റെ കൂടെ എഴുതാം, അല്ലെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം. ഇങ്ങനെ ആകെ 2 തവണ മാത്രമേ ഇത് എഴുതാൻ സാധിക്കുള്ളൂ. സോ കറസ്പോണ്ടിംഗ്ലി 2 വർഷം മുന്നേ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു എക്സാം ഈ വർഷം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് നിങ്ങൾ +2 ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ, സ്റ്റേറ്റോ CBSE ICSE ഏത് ബോർഡിൽ പഠിച്ച ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം എഴുതാൻ സാധിക്കും. എക്സാമിൻ്റെ സിറ്റീസ് കേരളത്തിലെ ഒരുപാട് കുട്ടികൾ എഴുതാത്തത് കൊണ്ട് തന്നെ 4 സിറ്റീസാണ് ഇതിന് അലൗ ചെയ്തിട്ടുള്ളത്: തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികളൊന്നും എഴുതാത്തത് കൊണ്ട് അത്ര കോമ്പറ്റീഷൻ ഇല്ല, JEE-യുടെ അത്രയൊന്നും കോമ്പറ്റീഷൻ ഇല്ല. എന്നാൽ നല്ല ക്യാമ്പസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കോഴ്സ് പഠിക്കാനും സാധിക്കും. ഈ 4 സെൻറ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അടുത്തുള്ളത് കോയമ്പത്തൂരും ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയുമാണ് അടുത്തുള്ള വേറെ 3 സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ കുറച്ച് ഡിഫറെൻ്റ് ആണ്, JEE പോലെയല്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഈ ഒരു എക്സാമിന് ഉണ്ടായിരിക്കുള്ളൂ. അത് തന്നെ 3 മണിക്കൂറാണ് അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 300 മാർക്കിൻ്റെ എക്സാമിൽ പാർട്ട് A, പാർട്ട് B എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നോർമലി എല്ലാ എക്സാമിലും കാണുന്ന പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും മറ്റുമൊക്കെ ഇതിലുണ്ട്. ആൻഡ് ഈ ഒരു പാർട്ട് A, പാർട്ട് B എന്താ നോക്കാം നമുക്ക്. 3 മണിക്കൂറിൻ്റെ എക്സാമിൽ ആദ്യത്തെ 2 മണിക്കൂറും പാർട്ട് A ആണ്. അതിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ ആൻസർ വരുന്ന ചോദ്യങ്ങളുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ സിംഗിൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് Aയിൽ ഉണ്ടായിരിക്കാം. അതിൽ നമ്പർ ഓഫ് ചോദ്യങ്ങൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ഓരോന്നിൻ്റെയും മാർക്കും അതുപോലെ തന്നെ റോങ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിന് എന്തില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെലക്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ഒന്നിൽ കൂടുതൽ ഉത്തരം ശരിയാവുന്ന ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. മാത്രമല്ല എന്തുണ്ട്, പാർഷ്യൽ മാർക്കിംഗ് ഉണ്ട്. 3 എണ്ണം ശരിയാണെങ്കിൽ 1 എണ്ണം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതിനും എന്ത് കിട്ടും, മാർക്ക് കിട്ടും. അത്തരത്തിലുള്ള ടോട്ടൽ മാർക്ക് 60. ആൻഡ് സാധാരണ നമ്മൾ എഴുതി പരിചയമുള്ള നമ്മുടെ മൾട്ടിപ്പിൾ MCQ ക്വസ്റ്റ്യൻസ്, ഒരൊറ്റ കറക്റ്റ് ആൻസർ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള 28 ചോദ്യങ്ങളുണ്ട്. കറക്റ്റ് ആൻസറിന് 3 മാർക്കും, തെറ്റിക്കഴിഞ്ഞാൽ -0.71 മാർക്കുമാണ്. 84 മാർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ 200 മാർക്ക് 2 മണിക്കൂറിൻ്റെ ആദ്യത്തെ പാർട്ടിൽ പോകും. രണ്ടാമത്തെ പാർട്ടിന് 1 മണിക്കൂറും 100 മാർക്കുണ്ട്. അതിൽ സ്കെച്ചിങ്ങും ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡും, ഈ 2 കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് കുട്ടികളുടെ ഒന്നും കൂടി ഒരു ഡിസൈൻ സെൻസും അവരുടെ ഒരു ക്രിയേറ്റീവ് സൈഡും അളക്കുന്ന പേപ്പറാണ് അല്ലെങ്കിൽ പാർട്ടാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്. ഈ 2 പാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ സിലബസ് എന്ന് പറഞ്ഞു കഴിയുന്നത് നമ്മുടെ +1 +2 പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും അല്ല. പകരം വിഷ്വലൈസേഷൻ ആൻഡ് സ്പേഷ്യൽ റീസണിങ്, പ്രാക്ടിക്കൽ ആൻഡ് സയൻറ്റിഫിക് നോളജ്, ഒബ്സർവേഷൻ ആൻഡ് ഡിസൈൻ സെൻസിറ്റിവിറ്റി, അതുപോലെ എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി, അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ്,
കുറച്ചുകൂടി ഒരു ആപ്റ്റിറ്റ്യൂഡും ഡിസൈൻ സെൻസും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആയിരിക്കും. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, അതുപോലെ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. ആൻഡ് ഫൈനലി ഡ്രോയിങ്ങും ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡാണ് പാർട്ട് ബിയിൽ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ പാർട്ട് എയിൽ ഞാൻ പറഞ്ഞ ന്യൂമറിക്കൽ ടൈപ്പും MCQs ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പറുകൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ഇപ്പോൾ 2D 3D ഷേപ്പുകളെ കുറിച്ച് ഒബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതല്ലാതെ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ അല്ല എന്നുള്ളത് ഓർക്കുക. ഇതിൽ പങ്കെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ IIT ബോംബെ, IIT ഡൽഹി, ഗുവാഹട്ടി, ഹൈദരാബാദ്, റൂർക്കി, അതുപോലെ തന്നെ IIT DM ജബൽപൂറും എന്ത് ചെയ്യുന്നുണ്ട്. ഇത് IIT അല്ല, IIT ആണ്. IIT DM ജബൽപൂറും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 6 സ്ഥാപനങ്ങളിലെ ബാച്ചലർ ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സിലേക്കാണ് ഈ ഒരു എക്സാമിലൂടെ അഡ്മിഷൻ എടുക്കുന്നത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും നമ്പർ ഓഫ് സീറ്റുകൾ നിങ്ങൾക്ക് കാണാം. IIT ബോംബെയിൽ ഇതാ 37 സീറ്റുകൾ അവൈലബിൾ ആണ്. IIT ഡൽഹിയിൽ 20 സീറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 225 സീറ്റുകളാണ് BDES എന്ന് പറയുന്ന കോഴ്സിലേക്ക് ഓരോ വർഷവും അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ സീറ്റിൻ്റെ എണ്ണം കുറവാണെന്ന് കണ്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. ഒരുപാട് ആളുകൾ ഇതിലേക്ക് എന്ത് ചെയ്യാറില്ല, അപ്ലൈ ചെയ്യാറില്ല. കാരണം ഇതിന് എന്ത് വേണം, ഒരു ക്രിയേറ്റീവ് സൈഡ് വേണം, വരയ്ക്കാൻ അറിയുന്ന ആളുകളായിരിക്കണം, ഡിസൈനിങ് ഇഷ്ടമുള്ള ആളുകളായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് അപ്ലൈ ചെയ്യണം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ JEE എഴുതാതെ നിങ്ങൾക്ക് IIT ക്യാമ്പസുകളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡിസൈൻ സൈഡ് ഉണ്ട്, ഒരു ക്രിയേറ്റീവ് സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലത്തെ സിമിലർ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻസിൽ ചോദിക്കാം. എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഇവരുടെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.